ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കാർ ഡ്രൈവ്. ഞാൻ ഈ ഗെയിം കളിച്ചു തുടങ്ങിയിട്ട് ഒരു 2 ദിവസമായോളൂ. ഞാൻ ചുമ്മാ ഒന്ന് പ്ലേ സ്റ്റോറിൽ കുറച്ച് ഗെയിമൊക്കെ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഗെയിമാണ്. എനിക്ക് കണ്ടപ്പോൾ എന്നൊരു കളിച്ചൊരു പരിചയം തോന്നി ഗൈസ്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഞാൻ എടുത്തു നോക്കിയതാണ്. അപ്പോഴാണ് ഈ ഗെയിം ഞാൻ കളിച്ചത് കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്നും നോക്കിയില്ല ഗൈസ്, അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കാറൊക്കെ ലെവലപ്പായി കിട്ടി. ആദ്യം കിട്ടിയത് ഈ ഒരു താറാണ് കേട്ടോ ഗൈസ്. രണ്ടാമത് കിട്ടിയത് ഈ കാറാന്ന് തോന്നുന്നു. അതെ, ഈ കാറാണ്. എന്നിട്ട് ഞാൻ കിട്ടിയ കാറൊക്കെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്തു. എനിക്ക് ഈ ഒരു സ്പോർട്സ് കാറിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ര ഇഷ്ടപ്പെട്ട ഒരു മോഡിഫിക്കേഷനാണ് ഈ സ്പോർട്സ് കാറിൻ്റെ ഒരു മോഡിഫിക്കേഷൻ. അപ്പം ഞാൻ എവിടെ നിന്നൊക്കെ ഈ ഡെയിലി റിവാർഡ്സിൽ നിന്നൊക്കെ എടുത്ത് ഈ ഡയമണ്ടൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ സ്കിന്നൊക്കെ നമുക്ക് എടുക്കാൻ. ഈ സ്കിന്നിൽ നമുക്ക് എനിക്ക് അവസാനത്തെ ഈ ഒരു മോഡ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സ്കിൻ, ഈ ഒരു റോം ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. 300 ഡയമണ്ട് ഇതിന് വേണം കഴിച്ചത്. എൻ്റെ കയ്യിൽ ആകെ 173 ഡയമണ്ടേ ഉള്ളൂ. ഞാൻ അത് തന്നെ ഡെയിലി റിവാർഡ്സിൽ നിന്ന് എടുത്ത ഡയമണ്ടുകളാണ്. ഇതിനാണെങ്കിൽ 50 എണ്ണം ഉള്ളൂ. 50 ഡയമണ്ട് മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നിങ്ങൾക്ക് എടുത്ത തന്നെയാണ്. പക്ഷെ എനിക്കിത് അത്ര രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതിന് 150 മതി. ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ടയറിൻ്റെ അലോവിയിൽ അത്ര രസമില്ല. ഇതും കുഴപ്പമില്ല ഗൈസ്, ഇതും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഞാൻ പിങ്ക് അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്കാണ്. ഓ ഗൈസ്, എനിക്ക് ഡെയിലി റിവാർഡിങ് കിട്ടി. എനിക്ക് ഈ കാർ കിട്ടി ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ഗൈസ്. പ്രതീക്ഷിക്കാത്ത സാധനം കിട്ടി. നന്നായിട്ടുണ്ട്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എക്സ്ട്രീം ഫസ്റ്റ് എടുക്കാം. അതിൽ റേസ് എടുത്ത് നോക്കാം ഗൈസ്. നമ്മൾ റേസിൽ ജയിക്കുമോ തോക്കുമോ നോക്കാമല്ലേ. റിസോഴ്സ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഗെയിം പ്ലേ കളിക്കുന്നത് പഴയ ഫോണിലായതുകൊണ്ട് ചിലപ്പോൾ ഇതൊന്നും കിട്ടില്ല. ഇടയ്ക്ക് ബാക്ക്, അതായത് ഹോം സ്ക്രീനിലേക്കൊക്കെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഡൗൺലോഡ് ആകാൻ കുറച്ച് നേരം എടുക്കുന്നുണ്ടല്ലോ. ഗൈസ്, നമുക്കെന്നാലേ ഇതും വേണ്ട. നമുക്ക് അന്നൊരു കാര്യം ചെയ്യാം ഗൈസ്. ഫ്രീ മോഡിൽ എടുത്തിട്ട് നമുക്ക് റഡാറുകൾ എടുക്കാം. റഡാർ എടുക്കാം ഗൈസ്. എനിക്ക് റഡാറിലേക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റഡാർ അല്ല, കൺസ്ട്രക്ഷനോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ ഇതൊരു പുതിയ റഡാറുണ്ട്. ആ റഡാർ വലിയ രസമില്ല. 30 കട്ടകളൊക്കെ പൊട്ടിക്കണതാണ്. പക്ഷെ ചില റഡാറൊന്നും അങ്ങനെയല്ല. ചില റഡാർ ഇങ്ങനെ വണ്ടിയും കൊണ്ട് ഓടിച്ചുകൊണ്ട് പോയാൽ മതി. ഈ വണ്ടി ഈ ഒരു എക്സ്റ്റീരിയർ വ്യൂ ഇട്ട് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഇൻറ്റീരിയറിൽ അത്ര ക്ലാരിറ്റി ഇല്ല. ഞാനിപ്പം ഏത് വഴി കൂടെ പോകുന്നു? ആദ്യം ആ കിടക്കണ പൈസ എടുക്കാല്ലേ. ബ്രേക്ക് ഇല്ലല്ലോ വണ്ടിക്ക്. അതെന്നെ പറ്റിയേ ഗൈസ്. ഇടയ്ക്കൊരു ആഡ്. ഞാൻ അറിയാതെ ക്ലെയിമിൻ്റെ സ്വിച്ച് ഞെക്കിയെന്നാണ് ഗൈസ് തോന്നുന്നത്. എനിക്ക് കാണേണ്ട 2 ആഡാണ്. ഒന്നാമത്തെ ആഡാണിത്. മൊബൈൽ ലെജൻഡ്സ്.
Don't you just surrender. എന്തോ ഒരു ലാഗ് ഉണ്ട്. നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് ഗൈസ് തോന്നുന്നത്. ഹനബി സഞ്ജോ മൊബൈൽ കുഴപ്പമില്ലാത്തൊരു ഗെയിമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ മൊബൈൽ ലെജൻഡ് കളിക്കാൻ പറ്റും നോക്കാം. ഓ 1500 രൂപ കിട്ടിയിട്ടുണ്ട്. കൊള്ളാലോ. നമുക്ക് സിറ്റി വഴി പോവാം. എയർപോർട്ടിലേക്ക് ഞാൻ സിറ്റി കൂടെയാണ് പോകുന്നത്. നമുക്ക് വില്ലേജിൽ കൂടെ പോകണ്ട, അത് വലിയ രസമില്ല. ഓക്കെ ഗൈസ്, അയ്യോ വഴി തെറ്റിപ്പോയി. നമുക്ക് പതിയെ വണ്ടി ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ട് പോവാം. എൻ്റെ അമ്മ അമ്മമാർ തന്നെ കാട്ടറേ. പിന്നെ ഞാൻ പറയാൻ വിട്ടു, നല്ല ഗ്രാഫിക്സ് ഉണ്ടോ ഈ ഒരു ഗെയിമിലും കാര്യങ്ങളൊക്കെ. എവിടെ ഇടിച്ചാലും ഒരു റിയലിസ്റ്റിക് ആയിട്ട് വണ്ടി പൊട്ടുന്നത് പോലെയൊക്കെ ആവും. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിൽ ഒരു 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 സിമ്പലുണ്ട്. ആ സിമ്പലിൽ പിടിച്ച് വയ്ക്കുക, നമ്മുടെ വണ്ടി നന്നാവുകയും ചെയ്യും. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എവിടെയാണ് ഗൈസ് ഞാൻ റഡാർ കണ്ടത്. ഇതാണ് ആ റഡാർ. ഇതാ വെൽക്കം ടു റഡാർ 3 ആണ് ഗൈസ്. സ്റ്റാർട്ട് കൊടുക്കുക. എത്ര കിലോമീറ്റർ ഓടുമെന്ന് നമുക്ക് നോക്കാല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു റഡാറുണ്ട്, ആ റഡാറിൽ കയറാം. നിങ്ങളെ ഈ മൊബൈൽ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൽ ഈ യൂട്യൂബ് ചാനൽ ഇതിൽ ഞാൻ വീഡിയോ എടുത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്സ് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കളിക്കുമ്പോൾ നല്ല രീതിയിൽ ഗ്രാഫിക്സ് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൊബൈലിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് ഗൈസ്. എന്ത് പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ വലിയ രീതിയിൽ ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല ഇതിൽ. പക്ഷെ കളിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇടിച്ചില്ല, ജസ്റ്റ് മിസ്. ഇപ്പൊ തന്നെ 1570 കിലോമീറ്റർ ഓടി വണ്ടി. അത് ലാസ്റ്റ് ആണോ? അല്ല, ആ കാണുന്ന എങ്ങാണ്ടാണ്ടോ ലാസ്റ്റ് വൺ. ലാസ്റ്റത്തിൽ നമ്മൾ പൊക്കിയിട്ടുണ്ട്. 500 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ 2024 കിലോമീറ്റർ ഓടി. കണ്ടിന്യൂ കൊടുത്ത് കൊടുത്തിട്ട് ലോഡാവാൻ ഇച്ചിരി നേരമൊക്കെ എടുക്കും. നെറ്റ്വർക്ക് ഡൗൺ ആണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് വലിയ BSNLൻ്റെ വലിയ നെറ്റ്വർക്ക് കവറേജ് ഒന്നും കിട്ടില്ല. തുടങ്ങിയില്ല, അതിനു മുമ്പ് ഇടിച്ചു. ഇനി ഇവിടെ എവിടെയെങ്കിലൊക്കെ റഡാർ കിട്ടുമോ നോക്കാം ഗൈസ്. ഈ ഫ്ലൈറ്റൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഓടാത്ത ഫ്ലൈറ്റ് വല്ല ആയിരിക്കുമെന്ന്? പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ ഓടുന്ന ഫ്ലൈറ്റുകൾ തന്നെയാണ് ഗൈസ്. എയർപോർട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. ചുമ്മാ 300 കയറും വണ്ടി. കടുതന് കണ്ടോ, 320 കയറും, മിക്കവാറും കയറും. ഓ
കയറിയില്ല. 318 എത്തപ്പോഴേക്കും നമ്മൾ ഗ്രാസിൽ കയറി. ഗ്രാസിൽ കയറുമ്പോൾ ഈ സ്പീഡ് കുറയുമോ കേട്ടോ വണ്ടിയുടെ. ഒന്നും ചെയ്യാതെ ഡ്രിഫ്റ്റായി. ഇവിടെ എവിടെയോ റഡാർ ഉണ്ടായിരുന്നു ഗൈസ്. അത് എവിടെയാന്ന് എനിക്ക് ഇപ്പോഴും പിടിക്കുന്നില്ല. ആ റഡാറാ ഞാൻ ഈ തപ്പി നടക്കണേ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ നല്ലൊരു മ്യൂസിക്കാണ്. ആരോ പാടുന്ന എന്തോ ഒരു നല്ല മ്യൂസിക്. ഈ കാണുന്നതാണ് ഗൈസ് റഡാർ. ഇതാ എനിക്ക് തോന്നണേ ഈ റഡാർ മറ്റേ 30 എണ്ണം പൊട്ടിക്കുന്നതാണ്. 30 അതെ ആയിരിക്കും. ഡിസ്ട്രക്ഷൻ ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്. ഇത് ഭയങ്കര പാടാണ്. 59 സെക്കൻഡിനുള്ളിൽ 30 എണ്ണം പൊട്ടിക്കണം. ഇപ്പൊ തന്നെ 42 സെക്കൻഡായി. നമ്മളെന്തായാലും ചമ്മും ഗൈസ്. എനിക്ക് 20 എണ്ണം തന്നെ പൊട്ടിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് സൂപ്പറായിട്ട് പറന്നു പോവാ അവിടെ. 22 സെക്കൻഡായി. ഒന്നും കിട്ടാൻ പോണില്ല. ഓ 18 എണ്ണം പൊട്ടിച്ചു. അയ്യോ 6 സെക്കൻഡായി ഗൈസ്. തീർന്നു. ഒന്നും കിട്ടിയില്ല. 21 എണ്ണം പൊട്ടിച്ചു. പരിപാടിയല്ലേ കാണിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.